ഖത്തർ യൂറോപ്പിന് വില കൊടുത്തു വാങ്ങുകയാണ്. UK, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ പല മേഖലകളിലും വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ബില്യൺ കണക്കിന് ഡോളറാണ് ഖത്തർ പമ്പ് ചെയ്യുന്നതും. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ 1/3 മാത്രം വലുപ്പമുള്ള ഖത്തർ യൂറോപ്പിന് വില കൊടുത്തു വാങ്ങുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തുന്നത്? ഖത്തറിനെ ഇത്രത്തോളം സമ്പന്നമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ആ രാജ്യത്തിൻ്റെ ചരിത്രം? ഇതിനെല്ലാം എതിരായിട്ട് ഖത്തറിനെതിരെ യൂറോപ്പിൽ നടക്കുന്ന ഗൂഢാലോചനകൾ എന്തൊക്കെയാണ്? മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഇന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 1971 ബ്രിട്ടീഷ് സ്വാധീനത്തിൽ നിന്ന് മോചിതമായി ഖത്തർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പിറവികൊള്ളുന്നത്. അതിനു മുൻപ് 1900കളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ അധികം പുരോഗമിക്കാത്ത മരുഭൂമി മാത്രമായിരുന്നു ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെല്ലാം തന്നെ. കടലിൽ നിന്ന് മുത്തുവാരി കയറ്റുമതി ചെയ്തിട്ടായിരുന്നു ഭൂരിഭാഗം ജനങ്ങളും അവിടെ കഴിഞ്ഞിരുന്നത്. പിന്നെ മത്സ്യബന്ധനവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ തന്നെയായിരുന്നു. എല്ലാ അറബ് രാജ്യങ്ങളുടെയും ഇന്ന് കാണുന്ന പുരോഗതിയുടെ വഴിത്തിരിവായത് എണ്ണയുടെ കണ്ടെത്തലാണെന്ന് നമുക്കറിയാം. 1939-40 കാലഘട്ടങ്ങളിലാണ് ഇന്നത്തെ ഖത്തറിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിൽ എണ്ണ ശേഖരം കണ്ടെത്തുന്നത്. പക്ഷെ കണ്ടെത്തിയ എണ്ണ ശേഖരങ്ങളുടെ അളവുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് സൗദി, UAE പോലുള്ള അറബ് രാജ്യങ്ങളെക്കാൾ കുറവാണ് ഖത്തറിൽ കണ്ടെത്തിയ എണ്ണയുടെ അളവ്. സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് വലുപ്പത്തിലും ജനസംഖ്യയിലുമൊക്കെ ഖത്തർ വളരെ ചെറിയൊരു രാജ്യം കൂടിയാണ്. ഇറാൻ, ഇറാഖ്, കുവൈത്ത് പോലുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ എണ്ണശേഖരം മാത്രമേ ഖത്തറിനുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയൂ. ഇനി അറബ് രാജ്യങ്ങളിൽ നിന്ന് മാറി ലോകത്തിലെ തന്നെ വലിയ എണ്ണശേഖരങ്ങളുള്ള കാനഡ, അമേരിക്ക, റഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും ഖത്തർ വളരെ പുറകിൽ തന്നെയാണ്. പറഞ്ഞു വന്നത്, ഇങ്ങനെ തങ്ങളെക്കാൾ എണ്ണശേഖരമുള്ള മറ്റ് രാജ്യങ്ങളുള്ള സമയത്ത് അവരോടെല്ലാം എണ്ണക്കയറ്റുമതിയിൽ മത്സരിച്ച് വലിയ ലാഭം ഉണ്ടാക്കാൻ ഖത്തറിന് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. വർഷം 1971 ബ്രിട്ടീഷ് സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായതിനെ തുടർന്ന് പ്രകൃതിവാതകങ്ങൾ, എണ്ണ പോലുള്ള പ്രകൃതി വിഭവങ്ങൾ ഖത്തർ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനും അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാനും ഭാവിയിലേക്കുള്ള നയങ്ങൾ രൂപീകരിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ എണ്ണയിൽ നിന്നുള്ള കുറേ അധികം വരുമാനം തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള വികസനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഖത്തർ എന്ന ചെറു രാജ്യം ഉപയോഗിക്കുന്നത്. 1970കൾക്ക് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ മുന്നേ ഉള്ള വീഡിയോ എല്ലാം ശ്രദ്ധിച്ച് കണ്ടിട്ടുള്ള ആളുകൾക്ക് അത് അറിയുന്ന കാര്യമാണ്. അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് വലിയൊരു യുദ്ധം നടന്നിരുന്നു. അതുമൂലം അമേരിക്കൻ, അറബ് രാജ്യങ്ങളുടെ നയങ്ങളിൽ വന്ന മാറ്റവും എണ്ണവിലയിൽ വന്ന വർധനവും തങ്ങളുടെ പക്കലുള്ള ഓയിൽ വലിയ വിലയ്ക്ക് തന്നെ കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കാൻ ഖത്തറിന് സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിലേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. പലപ്പോഴും പെട്ടെന്ന് തന്നെ എണ്ണവില കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എണ്ണവില കൂടുന്ന സമയത്ത് വലിയ രീതിയിൽ എണ്ണ സമ്പത്തുള്ള രാജ്യങ്ങൾക്ക് അവരുടെ കയറ്റുമതിയുടെ അളവ് കൂട്ടിയിട്ട് വലിയ ലാഭം ഉണ്ടാക്കാം. എന്നാൽ ഖത്തറിന് അത് സാധിക്കുമായിരുന്നില്ല. കാരണം അവിടെ എണ്ണയുടെ അളവ് കുറവ് തന്നെയായിരുന്നു. അതിനാൽ ഭാവിയിലെ പുരോഗതിക്ക് വേണ്ടി അവർ മറ്റു മാർഗങ്ങൾ തിരയാൻ തുടങ്ങുകയാണ്. 1971 ഖത്തറിൻ്റെ വടക്ക് കിഴക്കൻ തീരത്തായിട്ട് വലിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തുന്നുണ്ട്. ഇത് നിസാരമായിരുന്നില്ല. ഇറാൻ ഖത്തർ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് പാസ് അല്ലെങ്കിൽ നോർത്ത് ഫീൽഡ് ലോകത്തിൽ അന്ന് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമായിരുന്നു. എന്നാൽ അപ്പോഴും പ്രതിസന്ധികളുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ശേഷം മാത്രമാണ് ഖത്തറിന് ഉയരാൻ സാധിച്ചത്. ആ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ ഇതുപോലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് കാണാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ സമ്പത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് പലപ്പോഴും പ്രവാസികൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികൾ വിദേശത്ത് നിന്ന് മരിക്കുന്ന സമയത്ത് സർക്കാർ കൊടുക്കുന്ന കോമ്പൻസേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വാർത്തയായി കഴിഞ്ഞാൽ 5 ലക്ഷം, കൂടിപ്പോയാൽ 10 ലക്ഷം. ഇതുകൊണ്ട് ഒരു പ്രവാസിയുടെ കുടുംബത്തിന് കഴിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വാർഷിക വരുമാനത്തിൻ്റെ 10 മുതൽ 15 ഇരട്ടി വരെയെങ്കിലും ഒരു കുടുംബത്തിന് അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ട് എല്ലാ പ്രവാസികളും നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട, നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ് NRI ടേം ഇൻഷുറൻസ്. ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. വിദ്യാഭ്യാസം, വരുമാനം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ടേം ഇൻഷുറൻസ് കൊടുക്കുക. ക്യാൻസർ പരിരക്ഷയൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. വെറും 820 രൂപ മുടക്കി 2 കോടി വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാലാവധി കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച പണം തിരിച്ചു കിട്ടുന്ന പദ്ധതികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ 51ഓളം കമ്പനികളിൽ നിന്ന് ആരൊക്കെ നമ്മുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ടേം ഇൻഷുറൻസ് നൽകുന്നു എന്നറിയാനും മികച്ച പദ്ധതി കണ്ടെത്താനും ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഡീറ്റെയിൽസ് കൊടുത്താൽ ഒറ്റ കമ്പനിയല്ല, ഇന്ത്യയിലെ വിവിധ കമ്പനികളെ അവിടെ താരതമ്യം ചെയ്യാൻ പറ്റും. എല്ലാ സംശയങ്ങളും തീർക്കാനും ക്ലെയിം വന്നാൽ ഫാമിലിക്ക് സഹായത്തിനും
ക്ലെയിം അസിസ്റ്റൻസും ഇവിടെ ലഭ്യമാണ്. ഇതുകൂടാതെ വാർഷിക പ്രീമിയം നമ്മൾ ഒന്നിച്ചടക്കുകയാണെങ്കിൽ 5%, 18% GST വെയ്വറും അടക്കം 23% കുറഞ്ഞ പ്രീമിയത്തിന് ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ പ്രവാസികൾക്ക് അവസരമുണ്ട്. പുതിയ സാമ്പത്തിക വർഷം വരികയാണ്, നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രീമിയം വലിയ രീതിയിൽ കൂടുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് നമുക്ക് ലാഭം. മാസം ചായ കുടിക്കുന്നതോ മന്തി കഴിക്കുന്നതോ പോലുള്ള ചെറിയ പണം മാറ്റിവെച്ചാൽ കുടുംബത്തിന് വലിയ പരിരക്ഷ ഒരുക്കാൻ നമുക്ക് കഴിയും. അത് നമുക്കൊരു സമാധാനം കൂടിയാണ്. മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, എങ്കിലും നമ്മുടെ കുടുംബത്തിന് പരിരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ് നമ്മളാണെങ്കിൽ. ലിങ്കും കാര്യങ്ങളും എല്ലാം കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രവാസികൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്കെന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, സാധാരണ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നത് പോലെ അല്ല പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്നത്. അതിന് സ്പേസ് കൂടുതൽ വേണമെന്ന് മാത്രമല്ല, അത്തരം സാങ്കേതിക വിദ്യകൾ ലോകത്ത് തന്നെ അപൂർവമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധ സമയത്ത് തന്നെ റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ വലിയ പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ച് പ്രകൃതിവാതകങ്ങൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യയുടെ കാര്യത്തിൽ ഓയിൽ ശേഖരങ്ങൾക്ക് അടുത്ത് തന്നെയാണ് വാതക ശേഖരങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓയിൽ ഖനനം ചെയ്തെടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാതകങ്ങളും അവർക്ക് ശേഖരിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഖത്തറിൻ്റെ കാര്യത്തിൽ സമുദ്രത്തിൽ ഓയിൽ ശേഖരങ്ങളോട് ബന്ധമൊന്നും ഇല്ലാതെയാണ് പ്രകൃതിവാതകം കണ്ടെത്തിയത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ വളരെയധികം വ്യാവസായിക പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്ന കാര്യം നമുക്ക് അറിയുന്നതാണ്. അതിന് പ്രകൃതിവാതകങ്ങൾ അത്യാവശ്യമായിരുന്നു. റഷ്യ ആ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രകൃതിവാതകം കയറ്റുമതി ചെയ്ത് നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മുന്നേ തന്നെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വലിയ മാർക്കറ്റ് റഷ്യക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ റഷ്യയുടെ വാതക പൈപ്പ് ലൈനുകളെല്ലാം തന്നെ കരയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. റഷ്യയുടെ പടിഞ്ഞാറൻ സൈബീരിയൻ ഭാഗത്ത് നിന്ന് വാതക ശേഖരങ്ങളെല്ലാം യൂറോപ്പിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ യൂറോപ്യൻ മാർക്കറ്റ് റഷ്യ എളുപ്പത്തിൽ പിടിച്ചടക്കി. അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള കാനഡ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിവാതകങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ലോകത്ത് സംഭവിച്ചതിനാൽ ഏഷ്യയായിരുന്നു ഖത്തർ ഈ പ്രതിസന്ധിക്ക് കണ്ടെത്തിയ ഒരു പരിഹാര മാർഗം. ഏഷ്യയിലെ ഇന്ത്യ, ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഖത്തർ ലക്ഷ്യം വെച്ചിരുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ. പക്ഷേ ദ്രാവക രൂപത്തിലുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നത് പോലെ എളുപ്പമല്ല വാതക രൂപത്തിലുള്ള പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ, ജപ്പാൻ, തായ്വാൻ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ അതിനുവേണ്ടി വലിയ കപ്പലുകൾ വേണം. കാരണം വലിയ വെസലുകളിൽ മാത്രമായിരുന്നു ഇത്തരം വാതകങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത്. എന്നാൽ അത്രയും സ്പേസിൽ വളരെ കുറച്ച് മാത്രമേ കയറ്റുമതി ചെയ്യാൻ കഴിയൂ എന്നതും വലിയൊരു പോരായ്മയാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിന് വലിയ ലാഭം ഉണ്ടാവണമെന്നില്ല. എന്നാൽ പ്രകൃതിവാതകങ്ങൾ ദ്രാവക രൂപത്തിലാക്കി കഴിഞ്ഞാൽ 600-1 വോളിയം മാത്രമേ അതിനാവശ്യം വരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വാതകം കംപ്രസ് ചെയ്ത് ദ്രാവകമാക്കി കഴിഞ്ഞാൽ ഒരേ അളവ് ഊർജ്ജത്തിന് കുറച്ച് സ്ഥലം മാത്രം മതി. എന്നാൽ അതും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വാതക രൂപത്തിലുള്ള പ്രകൃതിവാതകങ്ങൾ ദ്രാവകമാക്കാൻ -162°C തണുപ്പിച്ച് പ്രഷർ അപ്ലൈ ചെയ്യണം. താപനില കൂടിക്കഴിഞ്ഞാൽ ദ്രാവകം തിരിച്ച് വാതകം തന്നെയാവും. അതുകൊണ്ട് കുറഞ്ഞ താപനില നിലനിർത്തിക്കൊണ്ട് തന്നെ ടാങ്കറുകളിൽ കപ്പൽ വഴി കയറ്റുമതി ചെയ്ത് അതാത് രാജ്യത്തേക്ക് എത്തിക്കണം. കൂടാതെ ആ രാജ്യത്ത് ഈ ദ്രാവകം തിരിച്ച് വാതകമാക്കി മാറ്റാനുള്ള ആ പ്രോസസ്സ് റീഗ്യാസിഫിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിനുവേണ്ട സംവിധാനങ്ങളും ഒരുക്കേണ്ടതാണ്. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ചിലവേറിയ കാര്യമായിരുന്നു. കാരണം ഖത്തർ എന്ന് പറയുന്നത് അത്രത്തോളം പണമുള്ള ഒരു രാജ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1971 തന്നെ പ്രകൃതിവാതകങ്ങളുടെ ശേഖരം കണ്ടുപിടിച്ചെങ്കിലും 1990കളുടെ അവസാനത്തിലാണ് ഖത്തറിൽ നിന്ന് പ്രകൃതിവാതകങ്ങളുടെ കയറ്റുമതി വലിയ തോതിൽ ആരംഭിക്കുന്നത്. ഇതേ സമയം ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത് ഇവർ തന്നെയായിരുന്നു. 1972 മുതൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽത്താനിയായിരുന്നു ഖത്തറിൻ്റെ അമീർ. ആദ്യ സമയത്തെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സാമ്പത്തിക പുരോഗതി ഖത്തർ നേടിയെങ്കിലും ഖത്തർ ഭരിച്ചിരുന്ന അമീറിൻ്റെ യാഥാസ്ഥിതിക ചിന്താഗതി മൂലം ഖത്തർ ആഗോളവൽക്കരണത്തിൽ പുറകോട്ട് പോവുകയാണ്. 1995 പക്ഷേ അദ്ദേഹം സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ മകൻ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അധികാരം പിടിച്ചെടുക്കുകയും സ്വയം ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പുതിയ ഭരണാധികാരി വന്നതോടുകൂടി വിദേശ നയം ഉൾപ്പെടെയുള്ള കാര്യത്തിലെല്ലാം വലിയ മാറ്റങ്ങളാണ് വരുന്നത്. 1990 തന്നെ സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചിരുന്നു. കുവൈത്തിന് നേരിട്ട ഈ പ്രതിസന്ധി അയൽരാജ്യങ്ങളായ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീതിയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നടപടികളെ പോലും ഖത്തർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 1996 മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ എയർബേസായ അൽ ഉദൈദ് എയർബേസ് ഖത്തറിൽ പ്രവർത്തനം ആരംഭിക്കാനും ഇത് വലിയൊരു കാരണമാവുന്നുണ്ട്.
ഇറാഖ് യുദ്ധം, അഫ്ഗാനിസ്ഥാനിലെ സംഘർഷം, സിറിയയിലെ ISISനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണം, ഇതിനെല്ലാം ഈ എയർബേസ് ആയിരുന്നു അമേരിക്ക ഉപയോഗിച്ചത് എന്ന കാര്യം സമകാലിക സംഭവങ്ങളുമായി ചേർത്തിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ കമ്പനിയായ എക്സോൺ മൊബിൽ പോലുള്ള കമ്പനികൾ ഖത്തറിൽ പ്രകൃതിവാതക ഖനനവും കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് LNG പ്ലാന്റ് നിർമ്മിക്കാൻ ഖത്തറിന് ലോണും നൽകിയിരുന്നു. പിന്നീട് 2003 മുതൽ അമേരിക്കയിലേക്ക് പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യാനും ഖത്തർ ആരംഭിക്കുകയാണ്. അമേരിക്കൻ കമ്പനിയായ എക്സോൺ മൊബിലുമായിട്ട് 25 വർഷത്തെ കരാറായിരുന്നു ഖത്തറിന് ഉണ്ടായിരുന്നത്. എന്തായാലും 1997 മുതൽ ഖത്തർ LNG ഉൽപ്പാദിപ്പിക്കാനും അത് കയറ്റുമതി ചെയ്യാനും വലിയ തോതിൽ ആരംഭിക്കുകയാണ്. വെറും 10 വർഷത്തിനുള്ളിൽ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ടും ഖത്തർ മാറുകയാണ്. ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കായുള്ള LNGയുടെ ഉപയോഗം വലിയ രീതിയിൽ കൂടിയതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി അവർക്ക് കുറയ്ക്കേണ്ട അവസ്ഥ വരികയാണ്. ഇത് വലിയ രീതിയിൽ ഖത്തറിന് ഗുണമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ 2006, 2007 വർഷം നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയും മലേഷ്യയുമായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ LNG കയറ്റുമതി ചെയ്ത രാജ്യങ്ങളെങ്കിൽ പിന്നീട് അവരെ മറികടന്ന് ഖത്തർ 1ാം സ്ഥാനത്തേക്ക് വരികയാണ്. എന്നാൽ അപ്പോഴും അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങൾ വ്യാപകമായി തന്നെ തങ്ങളുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രകൃതിവാതകങ്ങൾ ഉണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ ത്വരിതപ്പെടുത്തുന്നുണ്ട്. 2012 മുതൽ അമേരിക്കയിൽ പുതിയ ഗ്യാസ് ഫീൽഡുകളെല്ലാം കണ്ടെത്തിയതോടെ അമേരിക്കയുടെ പ്രകൃതിവാതക നിർമ്മാണം റെക്കോർഡ് കണക്കിനാണ് വർദ്ധിക്കുന്നത്. ഇത് ഖത്തറിനെയും ബാധിക്കുന്നുണ്ട്. 2016 മുതൽ തന്നെ അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് LNG കയറ്റുമതി ചെയ്തു എന്ന് മാത്രമല്ല, US എനർജി ഇൻഫോർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഡാറ്റ പ്രകാരം 2013-14 കാലഘട്ടത്തിന് ശേഷം അമേരിക്ക ഖത്തറിൽ നിന്ന് LNG ഇറക്കുമതി ചെയ്തിട്ടേയില്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം അല്പം കൂടെ കടന്ന് 2024 ആയപ്പോഴേക്കും ഖത്തറിനെയും മറികടന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ടും അമേരിക്ക മാറുകയാണ്. അമേരിക്ക മാത്രമല്ല, ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കും ഖത്തറിന് പകരം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ LNG സപ്ലൈ ചെയ്യാനും തുടങ്ങിയിരുന്നു. ഇതുമൂലം 2019 തന്നെ LNG കയറ്റുമതിയിൽ ഓസ്ട്രേലിയയും ഖത്തറിനെ മറികടക്കുന്നുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയാണ്. എങ്ങനെ മറികടക്കുമെന്നാണ് ഖത്തർ ചിന്തിച്ചിരുന്നത്. 2022 പക്ഷേ ഖത്തറിന് അനുഗ്രഹമായിട്ട് റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഖത്തറിന് ഗുണമായിട്ട് മാറിയെന്ന് ഉറപ്പിച്ച് പറയാം. നമുക്കറിയുന്നത് പോലെ ഇതേ തുടർന്ന് റഷ്യയിൽ നിന്ന് ഗ്യാസ് ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായിട്ട് കുറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഖത്തറിൽ നിന്നുമാണ് LNG വാങ്ങിയത്. ഇത് യൂറോപ്പിലേക്കുള്ള ഖത്തറിൻ്റെ എണ്ണ കയറ്റുമതി 3 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ യൂറോപ്പിൽ സംഭവിച്ച ഒരു യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ലാഭമാണ് ഖത്തറിന് ഉണ്ടാവുന്നത്. എങ്കിൽ പോലും ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവാം. കാരണം എണ്ണയുമായി ബന്ധപ്പെട്ട, പ്രകൃതിവാതകങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പല തവണ ഖത്തർ എന്ന രാജ്യം അഭിമുഖീകരിച്ചതാണ്. അതുകൊണ്ട് പ്രകൃതിവാതകത്തെ ആശ്രയിച്ച് മാത്രം തങ്ങളുടെ സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ പ്രകൃതിവാതകങ്ങൾ വിറ്റു വരുമാനമുണ്ടാക്കിയ ഖത്തർ അതേ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നടത്തുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നത് ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ 450 ബില്യൺ സോവറിൻ വെൽത്ത് ഫണ്ട് വഴിയാണ്. ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ സബ്സിഡറിയായി തന്നെ ഒരുപാട് സ്ഥാപനങ്ങളും വേറെയുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ ഇംഗ്ലണ്ടിലായിരിക്കും ഖത്തറിൻ്റെ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ ഇതിനോടകം എത്തിയിരിക്കുന്നത്. ഏകദേശം $40 ബില്യൺ. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ലണ്ടനിലെ തന്നെ മുൻനിര 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലായ റിറ്റ്സ് ഹോട്ടൽ വാങ്ങിയത് ഒരു ഖത്തറി പൗരനായിരുന്നു. അതുകൂടാതെ ലണ്ടനിലെ ഫാഷൻ രംഗത്തെ പ്രമുഖരായ ഹരോൾസ്, ലണ്ടനിലെ തന്നെ പ്രമുഖ ബിസിനസ് ഡിസ്ട്രിക്റ്റായ കനേരി വാർഫ് തുടങ്ങിയവ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോഴുള്ളത്. ഖത്തർ നാഷണൽ ബാങ്ക്, ക്യൂ ഇൻവെസ്റ്റ്, ഖത്താരി ഇസ്ലാമിക് ബാങ്ക്, ബർവ റിയൽ എസ്റ്റേറ്റ് എന്നിവർ ചേർന്നാണ് ദി ഷാഡ് എന്നറിയപ്പെടുന്ന ലണ്ടനിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് പോലും പണി കഴിപ്പിച്ചത്. ഖത്തറി ഡയർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിൻ്റെ ഉടമസ്ഥതയിലാണ് ലണ്ടൻ ഒളിമ്പിക് വില്ലേജ് ഉള്ളത്. ഖത്തറിന് ബ്രിട്ടീഷ് എയർവേസ്, ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ പോലും വലിയ ഷെയറുകൾ ഉണ്ട് എന്ന കാര്യവും പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. 2022 മാത്രമായിട്ട് UK ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്ന് ഏകദേശം $500 മില്യൺ ഖത്തറിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ആൽഫ്രഡ് ഹ്യൂസിൻ്റെ 2022 റിപ്പോർട്ട് പ്രകാരം 2018 2021 ഇടയിൽ UK വീട് സ്വന്തമാക്കിയ ഖത്തറി പൗരന്മാരുടെ എണ്ണം ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്.
ഇനി സാധാരണ പൗരന്മാരുടെ സ്വത്തുകൾ കണക്കിലെടുക്കാതെ തന്നെ ഖത്തർ സ്റ്റേറ്റിനെ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ഖത്തർ സ്റ്റേറ്റ് UK-യിൽ തന്നെ 10ാമത്തെ ഏറ്റവും വലിയ ഭൂവുടമയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതായത് ഈ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിനെ ഖത്തർ സ്റ്റേറ്റ് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. UK-യിൽ റോൾസ് റോയ്സുമായി ചേർന്ന് പ്രകൃതി സൗഹാർദ്ദമായ ടെക് ഹബ് നിർമ്മിക്കാൻ ബില്യൺ കണക്കിന് ഡോളർ ഖത്തർ ഇതിനോടകം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. UK-യുടെ കാര്യം മാത്രം പറയണ്ട, ഫ്രാൻസും ജർമ്മനിയുമാണ് അടുത്തതായിട്ട് ഖത്തർ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. $30 ബില്യൺ 25 ബില്യൺ ഡോളറുമാണ് 2021 വരെയുള്ള കണക്കുകളിൽ ഈ രാജ്യങ്ങളിൽ ഖത്തർ നടത്തിയിട്ടുള്ളത്. UK-യിലെ പോലെ തന്നെ ഫ്രാൻസിലെ പല ലക്ഷറി റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും ഖത്തർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫ്രാൻസിലെ തന്നെ പ്രമുഖ കമ്പനികളായ ടോട്ടൽ എനർജീസ്, ആണവോർജ്ജ നിർമ്മാണ കമ്പനിയായ അരീവ തുടങ്ങി ഫ്രാൻസിലെ പ്രധാന കമ്പനികളിലും ഖത്തറിന് ഷെയറുണ്ട്. ഫ്രാൻസിലെ പ്രമുഖ ഫാഷൻ ബ്രാൻഡായ ബാൽമെയിൻ ഖത്തർ സ്വന്തമാക്കിയെന്ന് മാത്രമല്ല, പ്രശസ്തമായിട്ടുള്ള ലൂയി വിട്ടണില്ലേ, ആ ബ്രാൻഡിൻ്റെ 1% ഷെയറും ഖത്തറിൻ്റെ കൈവശമുണ്ട്. 2023 ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിലാണെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഓട്ടോമൊബൈൽ നിർമ്മാതാവായ ഫോക്സ് വാഗൻ്റെ 3ാമത്തെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറും ഖത്തർ ഹോൾഡിംഗ് തന്നെയാണ്. കൂടാതെ ടെക്നോളജി കമ്പനി സീമെൻസ്, ടോയ്ച്ചെ ബാങ്ക്, ഷിപ്പിംഗ് കമ്പനി ഹപ്പാഡ് ലോയിഡ്, നിർമ്മാണ രംഗത്തെ വൻകിട കമ്പനിയായ ഹൂച്ചിത്തീഫ് തുടങ്ങിയ ജർമ്മൻ കമ്പനികളിലും ഖത്തറിന് ഓഹരികളുണ്ട്. ഇനി യൂറോപ്പിലെ ഫുട്ബോളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പാരീസ് സെയിൻറ്റ് ജെർമെയിൻ എന്ന ഫ്രാൻസിലെ ഫുട്ബോൾ ക്ലബ്ബിലും ഖത്തറിന് ഓണർഷിപ്പ് ഉണ്ട്. പോർച്ചുഗൽ സോക്കർ ക്ലബ്ബായ SC ബ്രാഗയിൽ ഖത്തറിനുള്ളത് 22% ഓഹരിയാണ്. ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ്, ഫാഷൻ, എനർജി, ഓട്ടോമൊബൈൽ രംഗം മാത്രമല്ല, ഫുട്ബോൾ രംഗത്ത് പോലും ഖത്തർ വലിയ രീതിയിൽ യൂറോപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്നത് തന്നെ ഫുട്ബോളിൻ്റെ പ്രാധാന്യം വളരെ മുന്നേ തന്നെ ആ രാജ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ്. എന്തായാലും പ്രകൃതിവാതക എക്കോണമിയിൽ നിന്ന് മാറിയാലും രാജ്യം ശക്തമായിട്ട് നിലനിൽക്കണം എന്ന ദൃഢനിശ്ചയവും അതിനുവേണ്ടി യൂറോപ്പിനെ തന്നെ വാങ്ങിക്കൂട്ടാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ഖത്തറിൻ്റെ തന്ത്രവും ഇവിടെ വ്യക്തമാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും യൂറോപ്പിൽ നിന്ന് ഒരു വലിയ ഗൂഢാലോചന ഖത്തറിനെതിരെ നടക്കുന്നുണ്ട്. ചില വാർത്തകളിലൂടെ കണ്ണോടിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ. 2022 ഖത്തർ ലോകകപ്പിന് പിന്നാലെ ഖത്തറിന് മേൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആരോപണങ്ങൾ ധാരാളമായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരാൻ തുടങ്ങിയിരുന്നു. അതായത് ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഒരുക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 6500ഓളം തൊഴിലാളികൾ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. ദ ഗാർഡിയൻ്റെ ഈ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് വ്യക്തമാവുന്നതാണ്. ലോകകപ്പിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ അതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ശ്രദ്ധിക്കണം, യൂറോപ്യൻ യൂണിയൻ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. 2022 ഈ സംഭവങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് പ്രമേയവും പാസാക്കിയിരുന്നു. ഇതിനിടയിൽ 2022 തന്നെ ഖത്തറിന് വേണ്ടി രാഷ്ട്രീയപരമായിട്ടും നയപരമായിട്ടും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ പാർലമെൻറ്റിലെ ചില അംഗങ്ങളെയും നിയമനിർമ്മാതാക്കളെയും കൈക്കൂലി കൊടുത്ത് ഖത്തർ സ്വാധീനിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന റെയ്ഡിൽ ബെൽജിയത്തിൽ നിന്ന് പോലീസ് $1.6 മില്യൺ കണ്ടെത്തിയത്. ഇതൊന്നും കൂടാതെ മൈനോറിറ്റികൾക്കെതിരെയുള്ള നിലപാട്, അളവിൽ കൂടുതൽ കാർബൺ പുറന്തള്ളുന്നു തുടങ്ങിയവയെല്ലാം യൂറോപ്യൻ യൂണിയൻ നേരത്തെ പറഞ്ഞ ഖത്തറിനെതിരെയുള്ള പ്രമേയത്തിൽ തന്നെ പരാമർശിച്ച കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ 2025 ഇതുമായിട്ട് ബന്ധപ്പെട്ട കൈക്കൂലി കേസിലടക്കം അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഖത്തർ വലിയ രീതിയിൽ യൂറോപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും പല നയങ്ങളും അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കൈക്കൂലി കൊടുക്കുന്നുണ്ട് എന്ന ആരോപണങ്ങളും ഖത്തറിന് ഇപ്പോൾ വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ഖത്തർ എങ്ങനെ അതിജീവിക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖത്തർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിക്ഷേപം നടത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു, അവർ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൻ്റെ 1/3 വലിപ്പം മാത്രമുള്ള ഒരു കൊച്ചു രാജ്യമാണ് പണത്തിൻ്റെ കരുത്തിൽ യൂറോപ്പിന് പോലും ഇപ്പോൾ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, വികസിതമായ അറബ് രാജ്യങ്ങൾ, സൗദി, ഖത്തർ പോലുള്ള അറബ് രാജ്യങ്ങൾ ഭൂമി നൽകിയ നിധി മാത്രം ആശ്രയിക്കുന്ന കാലം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവർ ചിന്തിക്കുകയാണ്, നിക്ഷേപങ്ങൾ വൈവിധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ കാര്യങ്ങൾ എന്താണെങ്കിലും യൂറോപ്പിൽ എന്തിനാണ് ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നും ആ രാജ്യം എങ്ങനെ വികസിച്ചു വന്നു എന്നുമെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതൂ. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, പ്രവാസി സുഹൃത്തുക്കൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെയും കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി മാസത്തിലൊന്ന് ചായ കുടിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ മന്തി കഴിക്കുന്നതിൻ്റെയോ കാശൊന്നും മാറ്റിവെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. അത് വലിയ സമാധാനവും സുരക്ഷയും
നമുക്ക് നൽകുന്നതാണ്. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ടേം ഇൻഷുറൻസ് 15% വരെ ഡിസ്കൗണ്ടിൽ താരതമ്യം ചെയ്യാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കിയാൽ കസ്റ്റമർ കെയർ സപ്പോർട്ടും അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.